പ്രേമലു എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം നെസ്ലിനും കൂടാതെ തന്നെ കാലിത്തിറക്കുമാൻ തല്ലുമാല എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം രണ്ടുപേരും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ഒരു ബോക്സർ ആക്ഷൻ എന്റർടൈനർ കോമഡി ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ നടന്നിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലുക്മാനും ഗണപതിയൊക്കെ മറ്റു പ്രധാന വേഷങ്ങളായും ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട്. ശിവകാർത്തി നായകനെ ആർമി ബേസിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അമരൻ എന്ന ചിത്രം. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന സെപ്റ്റംബർ 27-നാണ് റിലീസിന് എത്തുന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് ദുൽഖറിന്റെ ലക്കി ഭാസ്കർ ചിത്രവും റിലീസിന് എത്തുന്നത്. അടുത്തൊരു ക്ലാഷ് റിലീസ് തന്നെ കാണാൻ സാധിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള അമൽ നീരദ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബോഗിൽ മില്ല എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ പൂജ ഈ വരുന്ന ഒക്ടോബർ 10 നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സുഷിൻ ശ്യാമാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയും ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടും കുഞ്ചാക്കോവിനും ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ കോമഡി എന്റർടൈനർ ചിത്രമാണ് ഗർ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന ജൂൺ 14-നാണ് തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത്. പ്രഭാസ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി എന്ന ചിത്രം. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് കിടിലൻ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള വെൽഫെയർ ഫിലിംസ് ആയിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള വിതരണാവകാശങ്ങൾ സ്വന്തമാക്കുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കട് പ്രഭു ആ ഒരു ചിത്രത്തിന് ശേഷം ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ശിവകാർത്തികന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ സബ്ജക്ട് തന്നെ ആയിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരുന്നു ടർബോ എന്ന ചിത്രം. ചിത്രത്തിന് കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ വേലുവായിട്ട് 73 കോടി രൂപയ്ക്കുള്ള ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂക്ക ഏറ്റവും പുതിയ അഭിനയിക്കാൻ പോകുന്ന ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഗൗതം വാസുദേവനായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു ചിത്രത്തിൽ സമന്തയായിരിക്കും നായികയെ വരിക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം കൂടിയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള അനുരാഗ് കരിക്കൻ വെള്ളം ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള നവീൻ ബഷീർ ആണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂൺ 15 അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിട്ടോ ചെന്നൈയിൽ വെച്ച് തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നിവിന്റെ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം തിയേറ്ററുകളിൽ റിലീസിന് എത്തിയതിനു ശേഷമുള്ള ചിത്രത്തിന്റെ OTT റിലീസ് സോണി ലൈവ് വഴി വരുന്ന ജൂൺ മാസം തന്നെ നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആവേശ സിനിമയിലെ അമ്പാൻ നായകനെ ഒരു സിനിമ എത്താൻ പോവുകയാണ്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ജിത്തു മാധവ് തന്നെയാണ്. ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ശ്രീജിത്ത് ആണ്. ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ നോക്കുന്നത് ഫഹദ് ആണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ പൂജയും ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അനശ്വര രാജനാണ് ഈ ഒരു ചിത്രത്തിൽ നായികയെ എത്തുന്നത്. മമ്മൂക്ക നായകനെ എത്തിയിട്ടുള്ള പുഴു എന്ന ചിത്രത്തിന്റെ സംവിധായകയായിട്ടുള്ള രതീനെ ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പാതിരാത്രി എന്നാണ് ചിത്രത്തിന് പേരായി നൽകിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്കാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ബേസിലും പൃഥ്വിരാജും ഒക്കെ പ്രധാന വേഷത്തിൽ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം. ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 90 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 47 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. രജനീകാന്ത് നായകനെ ഇവരുന്ന ഒക്ടോബർ 10 തിയേറ്ററിലേക്ക് റിലീസിലെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വേട്ടയൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ സൺ TV സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. അജിത് നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ പുഷ്പ കൂടാതെ തന്നെ ജയിലർ പോലുള്ള ചിത്രങ്ങളൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സുനിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആസിഫ് അലിയും ബിജു മേനോനും ഒക്കെ പ്രധാന വേഷത്തിലെത്തി തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു തലവൻ എന്ന ചിത്രം. ചിത്രത്തിന് മികച്ച റെസ്പോൺസ് ഒക്കെ ആയിരുന്നു പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ വേലൂരായിട്ട് 20 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിലേക്ക് റിലീസിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ചിത്രമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പോകുന്നത് 2 മാസം കഴിഞ്ഞായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു ചിത്രത്തിന്റെ നിവിൻ പോളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി കുറച്ച് ടൈം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2 മാസം കഴിഞ്ഞായിരിക്കും ചിത്രത്തിന്റെ ബാക്കി ചിത്രീകരണം തുടങ്ങുക എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. സുരേഷ് ഗോപിയുടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഹൈപ്പിലും വന്നിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ചിത്രം തന്നെയായിരുന്നു ഒറ്റക്കൊമ്പൻ എന്ന. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കാതെ അവസ്ഥ കുറെ നാളായിട്ട് നീണ്ടുപോകുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു ഈ ഒരു ചിത്രം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്. പക്ഷേ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇവരുന്ന ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈ മാസം തുടങ്ങുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.